ടോക്ക് ബാക്ക് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ അബദ്ധവശാലെങ്കിലും നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്തുള്ള ഈ ഒരു സെറ്റിങ്സ് ഓൺ ആയി പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ സെറ്റിങ്സിൻ്റെ അകത്ത് ഇങ്ങനൊരു സംഭവം കണ്ടു, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തല കുത്തി മറിയേണ്ടി വരും. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അറിയില്ല എങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു മൊബൈൽ എടുത്തിട്ട് കടയിലേക്ക് ഓടിപ്പോയിട്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഓഫ് ചെയ്ത് തരൂ എന്ന് പറയേണ്ടി വരും. കാരണം ഈ ഒരു ടോക്ക് ബാക്ക് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക് വരാൻ സാധിക്കില്ല, ഏതെങ്കിലും ബട്ടൺസ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുകയില്ല, കോൾ ചെയ്യാൻ സാധിക്കില്ല, ലോക്ക് ആണെങ്കിൽ തുറക്കാൻ സാധിക്കില്ല, ഒന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ ഒരു സെറ്റിങ്സും കാര്യങ്ങളും എങ്ങനെയാണ് ഓഫ് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച ആളാണെങ്കിൽ വളരെ ഈസി ആയിരുന്നു. എന്താണ് ഈ ടോക്ക് ബാക്ക് എന്ന് പറയുന്നത്? അതായത് കണ്ണിന് കാഴ്ച കുറഞ്ഞവർ അല്ലെങ്കിൽ കാഴ്ച ഇല്ലാത്തവർ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഈ ഒരു ടോക്ക് ബാക്ക് എന്നുള്ളത്. അവർക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സെറ്റിങ്സിലൂടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ കണ്ണിന് കാഴ്ച ഉള്ള നമ്മൾക്ക് ഇതൊന്ന് ഓൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ മൊബൈലിൽ ഇപ്പോൾ ടോക്ക് ബാക്ക് ഓണിലാണ് ഉള്ളത്. എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്ക് ആകില്ല. ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ സൗണ്ട് കുറച്ചാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. 2 ഫിംഗർ തന്നെ ഉപയോഗിച്ച് ഒരുമിച്ച് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് തുറക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ പോലെ നമ്മുടെ ലോക്കിൻ്റെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ലോക്ക് തുറന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ഫിംഗറിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതാ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെയും 2 ഫിംഗർ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഒരു ഫിംഗർ ഉപയോഗിച്ച് കണ്ടോ, ഒന്നും വർക്കാകുന്നില്ല. 2 ഫിംഗർ ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്താനൊക്കെ സാധിക്കും. കണ്ടോ, ഇതുപോലെ സ്വൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ നമുക്ക് താഴ്ത്താൻ സാധിക്കും, എല്ലാം 2 ഫിംഗറിൽ. ഓക്കെ, പക്ഷേ ആപ്ലിക്കേഷൻ ഒന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനോ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ടോക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിങ്സ് ആണല്ലോ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായിട്ട് സെറ്റിങ്സ് നമുക്കിപ്പോൾ 2 ഫിംഗറിലൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഒരു ഫിംഗർ ഉപയോഗിച്ച് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുക, അതും സ്പീഡിൽ ചെയ്യണം. സെലക്ട് ചെയ്തിട്ട് ഡബിൾ ടാപ്പ്, ഇതുപോലെ ചെയ്താൽ സെറ്റിങ്സ് ഓൺ ആയി. ഇവിടെയും ഡബിൾ ഫിംഗർ തന്നെ ഉപയോഗിക്കണം. കണ്ടോ, എന്നിട്ട് നിങ്ങൾ ആക്സസിബിലിറ്റി എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ആക്സസിബിലിറ്റി ഉണ്ട്, അത് ഒരു ഫിംഗർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പിന്നെ സ്പീഡിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്യുക. കണ്ടോ, ഇവിടെ ടോക്ക് ബാക്ക് വന്നിട്ടുണ്ട്. അവിടെയും നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്തിട്ട് ആ ഒരു ടോക്ക് ബാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക. സ്പീഡിൽ ചെയ്യണം കേട്ടോ. ഡബിൾ ടാപ്പ് ഇതുപോലെ സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ടോക്ക് ബാക്ക് ഓൺ ആയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ ഓൺ എന്ന ഭാഗത്തും കൂടി നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക. അത് ഓഫ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ടേൺ ഓഫ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡബിൾ ടാപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടോക്ക് ബാക്ക് ഓഫ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വരാം. പഴയതുപോലെ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്കിലൂടെയാണ് നമുക്ക് ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കാൻ സാധിക്കുക. അതിൻ്റെ സ്റ്റെപ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തന്നത്. ഡബിൾ ടാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡബിൾ ഫിംഗർ ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യുന്നതും ആ ഒരു സ്റ്റെപ്സുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ടോക്ക് ബാക്ക് ഓൺ ആയി പോയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.